Hey guys, what's up? I hope you guys are doing fantastic. ഇന്ന് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിഷാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോൾ ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു സമയമാണ് നമ്മുടെ കൺട്രീനെ സംബന്ധിച്ചിടത്തോളം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കശ്മീരി ഡിഷാണ്. ദിസ് ഇസ് മൈ വേ ഓഫ് ഗിവിങ് മൈ സോളിഡാരിറ്റി ടുവേർഡ്സ് ദ പീപ്പിൾ ഓഫ് കശ്മീർ. അവരുടെ ഫുഡ് എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവലാണ്. കശ്മീരി വാസ്വാൻ എന്നൊക്കെ പറഞ്ഞ് കുറേ ഡിഷസ് ഉണ്ട്. റോഗൻ ജോഷ്, ഇപ്പം നിങ്ങൾ ഈ കേൾക്കുന്ന മട്ടൻ റോഗൻ ജോഷ്, ഗുസ്താബാസ്, അങ്ങനെ കുറേ ഡിഷസ് ഉണ്ട്. കശ്മീരി സ്റ്റൈൽ ഡിഷസ് വളരെയധികം അടിപൊളി ഡിഷസ് ആണ്. സോ ഗൈസ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് യഖ്നി പുലാവ് എന്ന് പറഞ്ഞൊരു ഡിഷാണ്. പുലാവ് എന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും എന്താണ് ജസ്റ്റ് വെജിറ്റബിൾ പുലാവ് അങ്ങനെയൊക്കെയുള്ള. പക്ഷേ ഇതങ്ങനെയല്ല. പുലാവ് എന്ന് പറയുന്നത് അവിടെ ഇപ്പോൾ കശ്മീർ ആണെങ്കിലും ശരി, നോർത്ത് ഓഫ് കേരളയിൽ പലയിടങ്ങളിൽ, എസ്പെഷ്യലി യു പി ആ സൈഡിലൊക്കെ മട്ടൻ്റെ പുലാവ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇന്ന് ഞാൻ പോകുന്നത് യഖ്നി പുലാവാണ്. ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പുലാവാണ്. ഇതിൻ്റെ ബേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേർഡാണ് ഇതിൻ്റെ മാരിനേഷൻ. സോ ഇതിൽ സ്പൈസ് ലെവൽസ് ഭയങ്കര ഹൈ അല്ലായിരിക്കും. അപ്പോൾ ഒരുപാട് മസാല ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടെങ്കിൽ ബിരിയാണിയിൽ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. ചില ഇടങ്ങളൊക്കെ ഞാൻ പോകാൻ നേരത്താണെങ്കിലും മസാല ഭയങ്കരമായിട്ട് കൂടുതലാണ്. അപ്പോൾ അത് ഇഷ്ടപ്പെടാത്ത കുറേ ആൾക്കാരുണ്ട്. പേഴ്സണലി എനിക്ക് ഒരുപാട് മസാല ഇഷ്ടമല്ല. സോ ഐ പ്രിഫർ ബിരിയാണിയുടെ മീറ്റിൻ്റെ ആ ഒരു ഫ്ലേവർ ഇൻഫ്യൂസ് ചെയ്യണം. അപ്പോൾ യഖ്നി എന്ന് പറയുന്നത് ബേസിക്കലി നമ്മൾ ഈ മട്ടനൊക്കെ കുക്ക് ചെയ്യാൻ നേരത്ത് അതിൻ്റെ ഒരു ഫാറ്റും അതിൻ്റെ എസൻസ് കംപ്ലീറ്റ് പുറത്ത് വരത്തില്ല. അതിനാണ് യഖ്നി എന്ന് പറയുന്നത്. അപ്പോൾ ഈ യഖ്നി വെച്ചാണ് നമ്മൾ റൈസിനെ കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ വാചകവാടി പോകാതെ നമുക്ക് ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ പ്രാക്ടിക്കൽസ്. ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാം. ഡെഫിനറ്റ്ലി മട്ടൺ മേടിക്കുമ്പോൾ ശ്രദ്ധിച്ചോ, അത് നല്ല കുറച്ച് ഫാറ്റുള്ള മട്ടൺ ആണെങ്കിൽ അത്രയും ബെറ്റർ. ഫാറ്റ് വേണം. ബേസിക്കലി ദ റൈസ് ഈസ് ഗോയിങ് ടു ഗെറ്റ് കുക്ക്ഡ് വിത്ത് ദിസ് മട്ടൺ ഫാറ്റ്. പിന്നെ മെയിൻ ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ കേർഡ്. ഇത് കേർഡിൻ്റെ ബേസാണ്. അപ്പോൾ കേർഡ് ഭയങ്കരമായിട്ട് വേണം. പിന്നെ ഞാൻ നല്ല റൈസ് കുറച്ച് നന്നായിട്ട് കഴുകി സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഈ പറഞ്ഞ മാതിരി ഇന്ത്യ ഗേറ്റിൻ്റെ റൈസാണ്. ഇന്ത്യ ഗേറ്റിൻ്റെ ക്ലാസിക് ബാസ്മതി അടിപൊളിയാണ് ഇതിന്. അപ്പം ഇത് വൺ ബ്രാൻഡ് ദറ്റ് യു ക്യാൻ ട്രസ്റ്റ്. ഇതൊരു ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡാണ്. പിന്നുള്ളത് നമുക്ക് ഹോൾ ഗരം മസാലാസാണ്. അപ്പോൾ ഹോൾ ഗരം മസാലാസിൽ നമുക്ക് വേണ്ടത് കുറച്ച് ബിരിയാണി ഇല വേണം, പട്ട വേണം, പിന്നെ ഈ ബ്ലാക്ക് ഇലൈച്ചി കിട്ടുവാണെങ്കിൽ ബെസ്റ്റാണ്. നല്ലൊരു ഫ്ലേവർ കൊടുക്കും അത്. പിന്നെ നോർമൽ നമ്മുടെ കാർഡമം, നമ്മുടെ ഏലക്ക, സ്റ്റാർ അനീസ് ഒരു 2 എണ്ണം. പിന്നെ നമുക്കിത് ഷാഹി ജീരയാണ്. ഷാഹി ജീരയുടെ ചെറിയ വെർഷനാണ്. പിന്നെ കുറച്ച് ഹോൾ പെപ്പർ. ഇത്ര ഐറ്റംസാണ് ഡ്രൈ ഗരം മസാല ആയിട്ട് വേണ്ടത്. അപ്പം നമുക്ക് കലാപരിപാടിയൊക്കെ തുടങ്ങാം. നമുക്ക് നേരെ കുറച്ച് കേർഡ് എടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യണം. ബൗളിനകത്തിടാം, മിക്സ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ബിരിയാണി അല്ല ഇടുന്നു, കുറച്ച് പെപ്പർ ഇടുന്നു, ഹോൾ പെപ്പർ, ഒരു സ്റ്റാർ അനീസ് ഇതിലിടാം, ഒരു 2 ബ്ലാക്ക് ഇലൈച്ചി, ഒരു 2 ഗ്രീൻ കാർഡമം, പിന്നെ കുറച്ച് ക്ലവ്സ്. സോൾട്ട് അത്യാവശ്യം വേണം കേട്ടോ. ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ലേശം ഗരം മസാല ആഡ് ചെയ്യും. എന്നിട്ട് ഇവനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിലോട്ട് നമ്മൾ നമ്മുടെ മട്ടനെ അങ്ങ് പിടിച്ചങ്ങ് ഇടുക. എന്നിട്ട് ഇവനെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പിടിപ്പിക്കുക. ഒരു ഐറ്റം കൂടിയുണ്ട്, കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. അതും കൂടി ഇട്ടിട്ട് നമുക്ക് സവാളയും കൂടി ഇടും. ലേശം പൊടിക്ക് നമ്മളൊരു കുക്കർ ഇവിടെ വെച്ചിട്ട്, കുക്കർ അത്യാവശ്യം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമ്മൾ കുറച്ച് അതിൽ യൂസ് ചെയ്യുന്ന RKG നെയ്യാണ്. കുറച്ച് നെയ്യ് ഇതിനകത്ത് അങ്ങ് ഒഴിക്കുക. നമ്മൾ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ആദ്യം നമ്മൾ കുറച്ച് ഷാഹി ജീര ഇടും. ബാക്കി വരുന്ന ഐറ്റംസൊക്കെ സിനമൺ സ്റ്റിക്ക്, പിന്നെ കറുകപ്പട്ട, ലേശം പെപ്പർ, അതിൻ്റെ ഓയിലൊക്കെ ഒന്ന് പുറത്ത് വരട്ടെ. പിന്നെ ഇതിൽ നമ്മൾ കുറച്ച് ഓണിയനും ഇടും. ഇട്ടിട്ട് നമ്മളിതിനെ നന്നായിട്ട് ഇളക്കി കൊടുക്കും. അതിൻ്റെ അകത്തൊക്കെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ആഡ് ചെയ്യണം.
ഓൾറെഡി നമ്മൾ മാരിനേഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നാലും കുറച്ചും കൂടി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്തിട്ട് നമുക്കതിനൊന്ന് ചെറിയ രീതിയിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. മട്ടൻ നല്ല കുരുമുളകും കൂടിയാണ് നന്നായിട്ട് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് കുരുമുളകും കൂടി അങ്ങോട്ട് ഇടുക. സിമ്പിൾ കലാപരിപാടിയാണ്. എന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിനെ അതൊരു സൈഡിൽ നിന്ന് മുറയ്ക്കങ്ങോട്ടാണ് വേഗം. ആദ്യം ഹൈ ഫ്ലെയിമിൽ വെക്കുക. ആദ്യത്തെ ഒരു വിസിൽ കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിൽ വെക്കുക. ഒരു 3-4 വിസിൽ, ദാറ്റ്സ് ഇറ്റ്. മട്ടൺ അങ്ങനെ കുക്കറിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ബെസ്റ്റ് റിസൾട്ട്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു വിസിൽ ഹൈ ഫ്ലെയിമിൽ വെക്കുക. അതിനുശേഷം ഒരു 2 വിസിൽ മതിയാവും. നമുക്ക് വേണ്ടത് മട്ടൺ ഏകദേശം ഒരു 80 to 85% കുക്ക്ഡ് ആയിരിക്കണം. അതിനുശേഷം നമ്മൾ റൈസിലിട്ടിട്ട് അതിനെ ജസ്റ്റ് ഒന്ന് ഫിനിഷ് ചെയ്യാൻ മാത്രമേ നിൽക്കുകയുള്ളൂ. മട്ടൺ അങ്ങനെ കുക്കായിരിക്കണം. ആഹാ, അടിപൊളി, നല്ല സൂപ്പറായിട്ട് കുക്കായിട്ടുണ്ട്. നല്ല ഒന്നാന്തരമായിട്ട് കുക്കായിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് നമുക്ക് നമ്മുടെ മട്ടനെ ഇതിൽ നിന്ന് മാറ്റണം. മട്ടൺ പീസസ് മാത്രം മാറ്റണം. ഇതാണ് മെയിനായിട്ടുള്ള, ഈ വെള്ളമാണ് മെയിൻ. അതായത് ഇതിനാണ് യഖ്നി എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ മെയിൻ സാധനം. അതിലിട്ട് വേണം ഇനി നമ്മൾ കളിക്കാൻ. ഞാൻ ഇതിന് പറ്റിയ ഒരു പാത്രമാണ് യൂസ് ചെയ്യുന്നത്. അടിപൊളിയാണ്. ഇറ്റ് ഇസ് വൺ ഓഫ് ദി ബെസ്റ്റ് ക്വാളിറ്റി സ്റ്റഫ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രദീപിൻ്റെ കുക്ക്വേഴ്സ്. ഐ ലവ് ഇറ്റ്. എസ്പെഷ്യലി ഇതിൻ്റെ ഹെവി ബോട്ടം സെറ്റപ്പ് ഉണ്ടാവും. പെർഫെക്റ്റാണ്. ബിരിയാണിക്കൊക്കെ അടിപൊളിയാണ്. ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നൊരു 10 ലിറ്ററിൻ്റെ കപ്പാസിറ്റി ഉള്ളൊരു സ്റ്റോക്ക് പോട്ടാണ്. അത് മാത്രമല്ല ഇതൊരു ഹെവി ബോട്ടം പാൻ ആയതുകൊണ്ട് അടി പെട്ടെന്ന് കരിയത്തില്ല. സംഗതി കുറച്ച് എക്സ്പെൻസീവാണ്, പക്ഷേ എന്നാലും വർത്തിറ്റാണ്. മെയിൻ ജ്യൂസായി യഖ്നി അങ്ങ് ഒഴിച്ച് കളയാം. ഈ സ്റ്റോക്ക് പോട്ടിൽ നമുക്ക് ആവശ്യമായ വെള്ളവും കൂടി ഇതിൽ ഒഴിക്കാം. അപ്പോൾ ഞാൻ 1 കിലോ ആണ് എടുക്കുന്നത്. അപ്പോൾ ഏകദേശം 1 കിലോയ്ക്ക് ഏകദേശം ഒരു 2.5 ലിറ്റർ വെള്ളം. അതാണ് യൂഷ്വലി കണക്ക്. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തിളച്ച വെള്ളത്തിൻ്റെ അകത്തോട്ട് നമ്മുടെ റൈസ് അങ്ങ് കുടഞ്ഞിടാം. ഇനി റൈസിനെ നന്നായിട്ട് അങ്ങനെ കുക്ക് ചെയ്യണം. ഏകദേശം വെള്ളത്തിൻ്റെ മുകളിലായിട്ട് വന്നു. റൈസ് നോക്കുമ്പോൾ ഏകദേശം ഒരു 70% കുക്കായി കാണും. 70% കുക്കായി. ഈ ഒരു സ്റ്റേജ് എത്താൻ നേരത്ത് നമ്മൾ നമ്മുടെ കയ്യിലുള്ള മട്ടൺ ഇതിൻ്റെ അകത്തോട്ടിടുന്നതാണ്. ഇതിനെ ഇതിൻ്റെ അകത്തോട്ട് കുടഞ്ഞിട്ടാൽ മതി. മട്ടൺ ഇട്ടതിന് ശേഷം ഇളക്കാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ട് ഒന്ന് സ്പ്രെഡ് ഔട്ട് ആകാൻ വേണ്ടിയിട്ട് മാത്രമുള്ളൊരു അവസരം കൊടുക്കണം. ഒന്ന് സ്പ്രെഡ് ഔട്ടായിട്ട് ഈവനായിട്ട് കിടക്കണം മട്ടൺ. ഒരുപാട് ഇളക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ മട്ടൺ ഉടയും. ഇത് നമുക്ക് ദം കൊടുക്കാൻ സമയമായി. ഈ ഫേസിൽ നമ്മളിതിനെ നല്ലൊരു മൂടിയിട്ട് അടച്ചു വെക്കുന്നു. നന്നായിട്ട് ടൈറ്റായിട്ട് അടക്കണം. എന്നിട്ട് പുറത്തൊരു വെയിറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് ഇരുന്നോളും. ഈ സൈഡ് കൂടി ഇരുന്നോളും. പുക പുറത്ത് പോകാത്ത രീതിയിൽ നന്നായിട്ട് ടൈറ്റായിട്ട് ഇതിനെ വെക്കുക. ഒരു 1.5 മിനിറ്റ് ഹൈ ഫ്ലെയിം, അത് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിം. സോ ഗൈസ്, ദ മൊമെന്റ് ഓഫ് ട്രൂത്ത്. നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് നമ്മുടെ ബിരിയാണി. Wow, looks amazing. നമുക്കിതിനെ ഒന്ന് ഇളക്കി നോക്കാം, ഉടച്ച് നോക്കാം. വാവ്, ഇൻഡിവിജ്വൽ റൈസ്.
റൈസൊക്കെ ഇങ്ങനെ ഇൻഡിവിജ്വലായിട്ട് നിൽക്കുന്നു. വാവ്. സോ ഗൈസ്, നമ്മുടെ ബിരിയാണി റെഡി. വാ, സോഫ്റ്റ് ആൻഡ് ടെൻഡർ പീസസ്. പൊട്ടുന്ന ബിരിയാണി. Tender pieces of mutton.